വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കാണുമ്പോൾ ഓടിച്ചെന്നങ്ങ് ശാരദാമ്മ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം കരയല്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് കൂടെ കരയുകയാണ്. അന്നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന വിഷ്ണു ആണെങ്കിൽ പറയുന്നുണ്ട്, കരയല്ലേ എന്ന് പറഞ്ഞിട്ട് താനും ഇപ്പോൾ കൂടെ കരയുകയാണ്, ഒന്ന് ആശ്വസിക്കുക, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അങ്ങ് കരയുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാൻ കൂടി ആയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തത്. രാജീവ് സാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ശകാരവും കുറ്റപ്പെടുത്തലും പഴിചാരലും ഒക്കെ ആയിരുന്നു. അവസാനം ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ശാരദാമ്മയും കരയുകയാണ്. അന്നേരം ശാലിനിയിൽ നിന്നങ്ങ് കരയുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അങ്ങനെ നോക്കിയാൽ ഞാനും കുറ്റക്കാരനല്ലേ, രാജീവ് സാറിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാനും ശാരികയോട് ചോദിച്ചില്ലേ, പക്ഷേ നമുക്ക് ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ, ചികിത്സിച്ച് ഭേദമാക്കാം, എല്ലാത്തിനും പരിഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു രണ്ടുപേരെയും ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പഞ്ചകൈലാസത്തിലെ രോഹിത്തിൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന CI നിഷാദ് വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നത്. അന്നേരം എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ CI പറയുകയാണ്. തുടർന്ന് ഫോൺ വെച്ച ശേഷം വിഷ്ണു ആ കാര്യങ്ങൾ ശാലിനിയോട് ശാരദാമ്മയോടും പറയുകയാണ്. നിഷാദിൽ നിന്നും കേസ് മാറ്റി വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിൽ നിന്ന് ഉത്തരവായതേ ഉള്ളൂ, അയാൾ കേസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയാനാണ് വിളിച്ചതെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അങ്ങനെ CI നിഷാദ് സാറിനെ മാറ്റാനായിട്ട് ആർക്കാണ് ഇത്ര വെപ്രാളം, മോളിൽ നിന്നൊക്കെ സമ്മർദ്ദം വരാനായിട്ട് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മയാണ് ഇതിനൊക്കെ സമ്മർദ്ദം ചെലുത്തിയതെന്ന് പറയുമ്പോൾ ശാലിനി തറപ്പിച്ച് പറയുകയാണ്, എങ്കിൽ പിന്നെ സുസ്മിതയെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. CI നിഷാദിന് സത്യാമ്മയ്ക്ക് അന്ന് ഇഷ്ടമല്ലായിരുന്നു, സുസ്മിതയെ ബുദ്ധിമുട്ടിക്കരുത്, ചോദ്യം ചെയ്യാൻ പാടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവരെ എന്ന് വരെ സത്യാമ്മ അന്ന് പറഞ്ഞതാണ്. അന്നേ ഞാൻ കരുതിയതാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട മക്കളെ, സുസ്മിത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പിടിയിലാവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള അവളെ ശിക്ഷിക്കാനുള്ള തെളിവ് ദൈവം തന്നെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും എന്ന് ഒരു ഉറച്ച വാശിയോടുകൂടി, ഒരു തീരുമാനത്തോടു കൂടി അങ്ങ് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് രോഹിത്ത് കിടക്കുന്ന രാച്ചിയമ്മയുടെ വീട് കാണിക്കുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ രാച്ചിയമ്മ വന്ന് രോഹിത്തിൻ്റെ ആ ഒടിഞ്ഞ കൈ ഇങ്ങനെ പൊക്കി നോക്കുകയും കണ്ണൊക്കെ പിടിച്ച് തുറന്ന് നോക്കുന്നുണ്ട്. പിന്നീട് ആ കുഴപ്പമില്ലാത്ത കൈ ഇങ്ങനെ പിടിച്ചിട്ട് നാടിയും ഇടുപ്പൊക്കെ രാച്ചിയമ്മ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം രോഹിത്തിനെ അങ്ങനെ തന്നെ മൂടി കിടത്തിയിട്ട് രാച്ചിയമ്മ അങ്ങ് പോകുന്നുണ്ട്. ആ രോഹിത്തിൻ്റെ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം കുടുംബശ്രീ വീട്ടിൻ്റെ മുറ്റത്ത് ശങ്കരേട്ടനല്ല കുറുപ്പ് സാറും ശാന്തയും രാജിയും കൂടി ഇങ്ങനെ ശാരികയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കാഴ്ച കിട്ടില്ലേ എന്നൊക്കെ ശാന്ത ചോദിക്കുമ്പോൾ അതിന് സാധ്യത ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നൊക്കെ കുറുപ്പ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് ആ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ബൈക്കിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അന്നേരം കുറുപ്പ് സാർ പറയുന്നുണ്ട്, മോൻ ഇങ്ങ് വന്നേ, പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരികയുടെ കാര്യം പറയുകയാണ്. ഇംഗ്ലീഷ് മരുന്നിനാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഡോക്ടർമാർ കൈ കഴിഞ്ഞിരിക്കുകയാണ്, കാഴ്ചശക്തി കിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ആകെ വിഷമമാവുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശാരികയുടെ ജീവിതം ഇനി ഇരുട്ടിലേക്കായി എന്നാണോ മാഷ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് മരുന്നിന് അത് സാധിക്കില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ആയുർവേദ ചികിത്സയാണോ ഉദ്ദേശിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ആയുർവേദ ചികിത്സ എന്ന് പറയാൻ പറ്റില്ല, ആദിവാസി ചികിത്സ അല്ലെങ്കിൽ ഗോത്ര ചികിത്സയാണ്, അത് നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് അവരിലുള്ള വിശ്വാസവും പിന്നീട് അവരുടെ ആ മരുന്നൊക്കെ ഉണ്ടാക്കുന്നതിലുള്ള ആ ഒരു രീതിയും, പച്ചില മരുന്നൊക്കെ കൊണ്ടാണ് അവരെ ഉണ്ടാക്കുന്നത്, അവരോടുള്ള മനോഭാവവും നമുക്ക് വിശ്വാസമുള്ളതായിരിക്കണം. അവരുടെ രീതിയൊക്കെ പിന്നെ നമ്മൾ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവരത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഒരു ബുക്കിലും എഴുതപ്പെട്ടിട്ടില്ല അവരുടെ ഔഷധക്കൂട്ടുകൾ പച്ചില മരുന്നും ഇലയും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ കൊടും വിഷമായേക്കാം, ചിലപ്പോൾ ആളിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് വേണം അങ്ങോട്ടത്തേക്ക് പോകാനായിട്ട്. പിന്നെ അവർ നമ്മളെ സ്വീകരിക്കുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതാരാണ് എന്താണെന്നൊക്കെ വിഷ്ണു തിരക്കുന്നുണ്ട്. അന്നേരം ഒരു ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട സ്ത്രീയാണ്, അവസാനത്തെ കണ്ണിയാണുള്ളത്. അവർ വർഷങ്ങളായിട്ട് വാമൊഴിയായി കൈമാറി വരുന്ന ചികിത്സാ രീതിയാണുള്ളത്. നമുക്ക് കൊണ്ടുപോയി നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ആ സ്ത്രീ, എന്താണ് പേര് എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാച്ചിയമ്മ എന്നിങ്ങനെ കുറുപ്പ് മാഷ് പറയുകയാണ്. അന്നേരം ഇനിയിപ്പോൾ ശാരികയും കൊണ്ട് അവിടേക്ക് പോകാനാണ് ഇനി അവരുടെ തീരുമാനം. അവിടെ വെച്ച് രോഹിത്തിനെ കാണുമായിരിക്കും. അനേകം പേർക്ക് കാഴ്ചശക്തിയൊക്കെ തിരികെ നൽകിയിട്ടുണ്ട്. അവർ ആദിവാസി കോളനിയിലാണ് താമസിക്കുന്നതെങ്കിലും അവർ എല്ലായിടത്തും ഒക്കെ എത്താറുണ്ട്, നമുക്ക് പരിശ്രമിക്കാം എന്നൊക്കെ മാഷ് പറഞ്ഞ് വിഷ്ണുവിനൊക്കെ ധൈര്യം കൊടുക്കുകയാണ്.
ഇതേസമയം രാജിയമ്മയുടെ ആ കുടിലിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ കണ്ണൊക്കെ മൂടി വെച്ച് പച്ചിലയൊക്കെ മരുന്ന് വെച്ചിട്ട് അതിൻ്റെ അമ്മ ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. അന്നേരം രാജിയമ്മയുടെ സഹോദരിയുമുണ്ട്. മുത്തപ്പനെയൊക്കെ പ്രാർത്ഥിച്ച ശേഷം ആ പച്ചില മരുന്ന് ഇങ്ങനെ നീക്കി മാറ്റിയെടുക്കുമ്പോൾ ആ കുട്ടിയോട് കണ്ണുറക്കാൻ പറയുകയാണ്. തുടർന്ന് കണ്ണും തുറക്കുന്ന ആ കുട്ടിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടുകയാണ്. അന്നേരം അമ്മയും ആ കുട്ടിയും ഒക്കെ വളരെ സന്തോഷത്തിലാണ്. രാജിയമ്മയ്ക്ക് നന്ദിയും പ്രതിഫലം എന്ത് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം മുത്തപ്പൻ്റെ അനുഗ്രഹം ഒന്നും വേണ്ടെന്നൊക്കെ രാജിയമ്മ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജിയമ്മ ചികിത്സിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി എന്തായാലും തിരികെ കിട്ടും. അതിനുള്ളൊരു തെളിവാണ് ഇവിടെ ആ കുട്ടിയുടെ ചികിത്സാ രീതി കാണിച്ചത്. ഈ സമയത്താണ് രാജിയമ്മ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് രാജിയമ്മ വളർത്തുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി രാജിയമ്മയെ എന്ന് വിളിക്കുകയാണ്. അന്നേരം രോഹിത്തിൻ്റെ അടുത്താണ് ആ കുട്ടി നിൽക്കുന്നത്. അന്നേരം മരുന്ന് കൊടുക്കാൻ സമയമായില്ലേ എന്ന കുട്ടി ചോദിക്കുമ്പോൾ മോളെ ഓർമ്മിപ്പിച്ചത് നന്നായി, രക്തലേപന ചികിത്സ തുടങ്ങാനുള്ള സമയമായി, നാഴികയും വിനാഴികയും ഒക്കെ ഇപ്പോഴാണ് അത്യുത്തമം എന്ന് പറഞ്ഞിട്ട് രാജിയമ്മ ചികിത്സ തുടങ്ങുകയാണ് രോഹിത്തിനുള്ള. തുടർന്ന് കുടുംബശ്രീ വീട്ടിൽ നിന്ന് തിരികെ അങ്ങ് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് വിഷ്ണു. അന്നേരം മോന് പോകാൻ തിടുക്കമായോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കച്ചവടം തുടങ്ങി വച്ചിരിക്കുകയല്ലേ, അയാൾ വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്ന് ശാലിനി ഉദ്ദേശിച്ച് ശാരദാമ്മയോട് പറയുകയാണ്. അന്നേരം ചേച്ചിയും അനിയത്തിയും തമ്മിൽ ഒരുപാട് സങ്കടങ്ങൾ പറയുകയാണ്. ശാലിനിയെ കണ്ടപ്പോഴാണ് ശാരികയ്ക്ക് ഒത്തിരി സമാധാനമായത്. അവൾ മാത്രമല്ലേ ശാരിയെ കുറ്റപ്പെടുത്താതെ ഉള്ളൂ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, രാജീവ് സാറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇവിടെ നിന്ന് പോയ ശേഷം രാജീവ് സാർ ഇങ്ങോട്ടൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എല്ലാം അങ്ങ് കൈവിട്ടു പോകും. ഒന്നും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടല്ല ശാരിക അങ്ങനെ ചെയ്തത്. അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം എന്തായാലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഞാനും ശ്യാമയും ഒക്കെ നോക്കി നിൽക്കുമ്പോഴായപ്പോൾ രാജീവ് സാറിന് ഒരുപാട് അപമാനമായി. പക്ഷേ പിന്നെ സാറ് ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങിച്ചത് പോയല്ലാണ് അവൾക്ക് ഒരുപാട് വിഷമമായത്. പിന്നെ സാറിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. മോൻ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, മോൻ ഒന്നുകൂടി സംസാരിക്കണം, കുടുംബക്കാര്യമായതുകൊണ്ട് മറ്റാരെയും മധ്യസ്ഥ വയ്ക്കാൻ കഴിയില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു അത് സമ്മതിച്ച് രാജീവിനെ ഫോൺ ചെയ്യുകയാണ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ ഫോണിലൂടെ അല്ല പറയേണ്ടത്, നേരിട്ട് തന്നെ സംസാരിക്കണം. ഫോണിലൂടെ ആകുമ്പോൾ പല വാക്കുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടും, പറയുന്നത് മുഴുവൻ കേൾക്കില്ല. പിന്നീട് നേരിട്ട് സംസാരിക്കുമ്പോൾ മൗനം പോലും ചില വാക്കുകളായി മാറിയേക്കാം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, നേരിട്ട് തന്നെ സംസാരിക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ ആൾ എവിടെയുണ്ടെന്ന് അറിയില്ലല്ലോ, ഒന്ന് തപ്പിയെടുക്കണം. ഇനി ഈ കാര്യത്തിൽ ഒരു സംസാരം ഉണ്ടാകരുതെന്ന് പറഞ്ഞാണ് അവസാനം എന്നെ കണ്ടപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ മോൻ അതിനുവേണ്ടി അത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രമിക്കാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാരദാമ്മ നന്ദിയുണ്ട് മോനെ എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണുവിനെ കൈയെടുത്ത് തൊഴുകയാണ്. അന്നേരം എന്താ ശാരദാമ്മയെന്നും പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ കൈയങ്ങ് മാറ്റുകയാണ് ശാരദാമ്മയുടെ. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ഒരു കൂട്ടുണ്ടായിട്ട് അതങ്ങ് കൈവിട്ട് പോകുമ്പോൾ കടലിരമ്പി വന്നാലും ഞാൻ പിടിച്ചു നിർത്തും എന്നൊക്കെ ഒരു വാശി ഉണ്ടാകും. പക്ഷേ കാലവും പ്രായവും ഒക്കെ കടന്നു പോകുമ്പോൾ പിന്നീട് മനസ്സിലാകും രണ്ടുപേരും തോറ്റു പോയവരാണെന്ന്. അതുകൊണ്ട് ഒരു വീട്ടിൽ രണ്ട് ശാരദാമ്മ വേണ്ട മോനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ശാരദാമ്മ സങ്കടത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അത് വിഷ്ണുവിന് ഒരുപാട് ഫീൽ ആകുന്നുണ്ട്. വിഷ്ണു പിന്നീട് അവിടെ ഉമ്മർത്തിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ശാരികയെ രാജിയമ്മയുടെ അടുത്തേക്ക് ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ രോഹിത്തിനെ അവർ കാണാനായിരിക്കും സാധ്യത. തുടർന്നുള്ളതൊക്കെ ഇനി പെട്ടെന്ന് വരും. സുസ്മിതയുടെ വീഴ്ചയൊക്കെ ഇനി ഉടനെ തന്നെയാണ്. ഓക്കെ, താങ്ക്